Camera, action. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ മൂന്നാമത്തെ യൂണിറ്റാണ് മുള്ളേരിയയിൽ ഇന്ന് ആരംഭിക്കുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CH MLA അധ്യക്ഷം വഹിക്കും. നമ്മൾ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം 89-ലാണ് ഈ ആശുപത്രി തുടങ്ങിയത്. മുമ്പളയിൽ ഒരു 20 ബെഡ് ഹോസ്പിറ്റൽ തുടങ്ങി. ഇപ്പോൾ ഒരു 200 ബെഡുള്ള 3 ആശുപത്രികളായിട്ട് മാറുകയാണ്. നവംബർ 1 ഇവിടെ കിടത്തി ചികിത്സയും കൂടി ആരംഭിക്കുമെന്നാണ് ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിദഗ്ധ ഡോക്ടർമാരെയും ഇവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ആശുപത്രിയായിട്ട് മാറ്റണമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടക്കുന്ന 2 ആശുപത്രികൾ, കുമ്പള എഡാഫീസ് കുമ്പള, അതുപോലെ തന്നെ EK നയനാട് ഹോസ്പിറ്റൽ, ഏകദേശം ഒരു 28-30ഓളം ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ ഒരു 250ഓളം സ്റ്റാഫ് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫും നല്ല ഡോക്ടർമാരാണ് ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൽ സഹകരണ മേഖലയിൽ ഒന്നിലധികം ആശുപത്രികളുടെ സൊസൈറ്റി, ഏക സൊസൈറ്റിയാണ് നമ്മളത്, കാസർഗോഡ് ജില്ലാ സഹകരണ ഹോസ്പിറ്റൽ സൊസൈറ്റി. ഇപ്പോൾ 3 ഹോസ്പിറ്റലായി. ഇത് ക്ലിനിക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മളെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഇൻഷൂറുണ്ട്. 10,000 രൂപയുടെ ഷെയർ എടുക്കുന്ന ആൾക്ക് 10,000 രൂപയുടെ ആനുകൂല്യം ഓരോ വർഷവും കിട്ടും. അതുപോലെ തന്നെ മറ്റേ ഇൻഷൂറുള്ള ആളുകൾക്കും കൂടി ഇതിൽ ചികിത്സ നേടാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനം. നല്ല സ്റ്റാഫും നല്ല ഡോക്ടർമാരുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് മിതമായ വിലയ്ക്ക് ചെറിയ പൈസയ്ക്ക് നമുക്ക് ചികിത്സ നൽകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ച് പറയാം. ಜಿಲ್ಲಾ ಸಹಕರಣ ಆಸ್ಪತ್ರೆ 1988ರಲ್ಲಿ ಕುಂಬಳೆಯಲ್ಲಿ ರಿಜಿಸ್ಟ್ರೇಷನ್ ನಡೆದು ಕಳೆದ 33 ವರ್ಷದಿಂದ ಕುಂಬಳೆಯಲ್ಲಿ ಆಸ್ಪತ್ರೆ ಕಾರ್ಯಾಚರಿಸುತ್ತದೆ ಇದೆ. ತನ್ನ ಸ್ವಂತ ಬಿಲ್ಡಿಂಗ್ 2022 ಜನವರಿ 28ರಂದು ಸನ್ಮಾನ್ಯ ಕೇರಳ ಮುಖ್ಯಮಂತ್ರಿ ಶ್ರೀ ಪಿಣರಾಯಿ ವಿಜಯನ್ ಅವರು ಉದ್ಘಾಟನೆ ಮಾಡಿದ್ದಾರೆ. ಅದೇ ರೀತಿ ನಮ್ಮ ಆಸ್ಪತ್ರೆಯ 2ನೇ ಯೂನಿಟ್ ಆದ EK ನಯನಾಡ್ ಆಸ್ಪತ್ರೆ ಕಾಸರಗೋಡು ಚೆಂಗಳದಲ್ಲಿ 4 ಮೈಲಿನಲ್ಲಿ 2005ರಿಂದ ಕಾರ್ಯಾಚರಿಸ್ತಾ ಇದೆ. ಈ ಪ್ರದೇಶದ ಎಲ್ಲರಿಗೂ ಕಡಿಮೆ ವೆಚ್ಚದಲ್ಲಿ ಉತ್ತಮ ಚಿಕಿತ್ಸಾ ಸೌಲಭ್ಯ ನೀಡುತ್ತಾ ಬರುತ್ತಿರುವ ನಮ್ಮ ಈ ಸಂಸ್ಥೆಯು ನಮ್ಮ 3ನೇ ಯೂನಿಟ್ ಆದ ಮುಳ್ಳೇರಿಯಾ ಕೋಆಪರೇಟಿವ್ ಮೆಡಿಕಲ್ ಸೆಂಟರ್ ಮುಳ್ಳೇರಿಯಾ ಎನ್ನ ರೀತಿಯಲ್ಲಿ ಹೆಸರಿನಲ್ಲಿ ಇಂದಿನಿಂದ ನಾವು ಕಾರ್ಯಾಚರಿಸ್ತಾ ಇದ್ದೇವೆ. ಈ ಎಲ್ಲ ಪ್ರವರ್ತನೆಗಳಿಗೆ ಕಾರ್ಯಕ್ರಮಗಳಿಗೆ സപ്പോർട്ടാണ് ನಾವು ಕೇಳ್ತಾ ಇದ್ದೀವಿ. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ 3ാമത്തെ യൂണിറ്റ് കോപ്പറേറ്റീവ് മെഡിക്കൽ സെൻറ്റർ ഇന്ന് മുള്ളേരിയയിൽ യാഥാർത്ഥ്യമായി വരുന്നു. അപ്പോൾ മലയോര മേഖലയിലെ പ്രധാന പട്ടണം, അതായത് ദിവസം തോറും വളർന്നു വരുന്ന ഒരു പട്ടണമാണ് മുള്ളേരി. ആ മുള്ളേരി എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ ഒക്ടോബർ 1 തീയതി മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം മന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം നിർവഹിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഈ ആതുര കേന്ദ്രം മലയോര മേഖലയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ഇവിടെ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി ഈ ചികിത്സാ കേന്ദ്രം മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. ನಮ್ಮ ಜಿಲ್ಲಾ ಸಹಕರಣ ಆಸ್ಪತ್ರೆ ಕುಂಬಳೆಡು 1988 ಪ್ರಾರಂಭ ಆದ 33 ವರ್ಷ ಜನಗಳಿಗೆ ಎಡ್ಡೆ ರೀತಿಯ ಸೇವೆ ಕೊರ್ಪಂಚಿನ ಆಸ್ಪತ್ರೆ ಆದ ಪಾಪದ ಜನಗಳಿಗೆ ಎಲ್ಲಿಯ ಖರ್ಚಿಡು ಚಿಕಿತ್ಸೆ ಕೊರ್ಪಂಚಿನ ಒಂದು ಆಸ್ಪತ್ರೆ ಆದ ನಮ್ಮ ಆಸ್ಪತ್ರೆ ಮಾರ್ಪಾಡಾದುಂಡು. ಐದು ಬೊಕ್ಕ ನಮ್ಮ EK ನಯನಾಡ್ನ ಕುದರಡಾದುಂಡು ಚೆಂಗಳಡು ಆಸ್ಪತ್ರೆ ಪ್ರಾರಂಭ ಆಯಿತು. ಮತ್ತು 3ನೇ ಹಂತವಾದ ನಮ್ಮ ಮುಳ್ಳೇರಿಯಡು ಆಯ್ತು ಒಂದು ಯೂನಿಟ್ ಪ್ರಾರಂಭ ಮಾಡಿರಬಾರ್ದು. ಅದೊಂದು ನಮ್ಮ ತೀರ್ಮಾನ ಮಾಡ್ತದೆ. ಈ ಊರ್ದ ಜನಕ್ಕಳೇನ ಎಡ್ಡೆ ರೀತಿಯ ಆಸೆ ಆಕಾಂಕ್ಷೆ ಅದಿತ್ತುಂಡು ಮೂಲೊಂದು ಆಸ್ಪತ್ರೆ ಅವಡೊಂದು ಬಂಡದ ಅದುಂಡು ಅವು ಆದುಂಡು ನನಗೆ ಇನ್ನಿ ನಮ್ಮ
ಮಂತ್ರಿ ಗೋವಿಂದ ಮಾಸ್ಟರ್ ಉದ್ಘಾಟನೆ ಉಂಟು. ಎಡ್ಡೆ ರೀತಿಯಲ್ಲಿ ಈ ಪ್ರದೇಶದ ಜನಗಳಿಗೆ ಎಲ್ಲಿಯ ಖರ್ಚಿಡಿ ಚಿಕಿತ್ಸೆ ಕೊರಿಯರ ಬೋಡಾದಿತ್ತು ನಂಚಿನ ಮಾತಾ ವ್ಯವಸ್ಥೆಯ ಭರಣ ಸಮಿತಿದ ಬಾಗೊಡ್ದು ಉಂಡಾದುಂಡು ಪನ್ನೀರು. കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ ഒരു പുതിയ ശാഖയാണ് ഇന്ന് മുള്ളേരിയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിങ്ങളുടെ മന്ത്രി ശ്രീ എം പി ഗോവിന്ദ മാഷ് ഉദ്ഘാടനം ചെയ്തു. കാടുക അതുപോലെ തന്നെ നേലമ്പാടി, മുളിയാറ്, കുമ്പളാജ, വെള്ളൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ സഹായകരമാകുന്ന ഒരു ആതുരാലയമായി ഈ മെഡിക്കൽ സെൻറ്റർ മാറും എന്നുള്ള കാര്യം സംശയമില്ല. അനുദിനം വളർന്നു വരുന്ന ഒരു പട്ടണമാണ് മുള്ളേരി. എന്നാൽ അതനുസരിച്ചുകൊണ്ട് ഇവിടെ ഒരു എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ആതുരാലയം ഇല്ല എന്നുള്ള വലിയ പോരായ്മയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിനൊരു പരിഹാരമായി ജില്ലാ സഹകരണ ആശുപത്രിയുടെ ഒരു ശാഖ വരുന്നതോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്കേറെ ഗുണകരമാകും എന്നുള്ള കാര്യം സംശയമില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമീപിക്കാൻ വേണ്ടി കഴിയുന്ന രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘമാണ് ജില്ലാ ആശുപത്രി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും ലഭ്യമാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇനി ഏത് സമയത്തും സമീപിക്കാൻ വേണ്ടി കഴിയുന്ന 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായി ഈ ഹോസ്പിറ്റലിനെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം വലിയ ആഗ്രഹം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ ഭരണസമിതി അംഗങ്ങളോടും അതുപോലെ തന്നെ ആശുപത്രി മാനേജറിനോടും ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. മുള്ളേരിയിലേറെ സൗകര്യമുള്ള ഈ കോമേഴ്സിൽ ആരംഭിച്ചിട്ടുള്ള ക്ലിനിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റി 5 പഞ്ചായത്തുകൾ കൂടിയതാണ് ഈ സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുള്ളേരി ഇതിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒരു മലയോര മേഖലമായിട്ടുള്ള വേലമ്പാടി, അതുപോലെ തന്നെ വെള്ളൂർ ആ പ്രദേശങ്ങൾക്ക് വലിയ ആൾക്കാർക്കെല്ലാം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഡേകെയറായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് കാസർഗോഡേക്ക് എത്തേണ്ടി വരും. അപ്പോൾ ഈ മുള്ളേരിയത്ത് ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഹോസ്പിറ്റലിന് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഡേ കെയറാണ് ഇപ്പോൾ ഉള്ളത്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നത്. ಇವತ್ತು ನಮ್ಮ ಈ ಮುಳ್ಳೇರಿಯದಲ್ಲಿ ಒಂದು ಆಸ್ಪತ್ರೆ ನಾವು ಅದೆಷ್ಟೋ ವರ್ಷಗಳಿಂದ ಕಾಣುತ್ತಿರುವಂತಹ ಒಂದು ಆಸ್ಪತ್ರೆ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ಇವತ್ತು ಆರಂಭವಾಗ್ತದೆ. ಅದು ಬಹಳ ಸಂತೋಷದ ವಿಷಯ. ಯಾಕೆಂತೇಳಿದರೆ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ಎಲ್ಲರೂ ಕೃಷಿಯನ್ನು ಅದೇ ರೀತಿ ಕೂಲಿ ಕೆಲಸಗಳನ್ನು ಆಶ್ರಯಿಸಿ ಬದುಕಿಕೊಂಡಿರುವವರು ಅವರ ಜೀವನಕ್ಕೆ ಬೇಕಾಗಿ ಕೂಲಿಯನ್ನು ಅದೇ ರೀತಿ ಕೃಷಿಯನ್ನು ಆಶ್ರಯಿಸಿಕೊಂಡಿರುವರು ಅವರಿಗೆ ಹತ್ತಿರದ ಪಟ್ಟಣಕ್ಕೆಲ್ಲ ಹೋಗಿ ಒಂದು ಚಿಕಿತ್ಸೆ ಮಾಡುವುದಂತ ಹೇಳಿದರೆ ಬಹಳ ಇವತ್ತು ತೊಂದರೆ, ಸಾಂಪತ್ತಿಕವಾಗಿ ಬಹಳ ತೊಂದರೆ ಅಂತ ಅನುಭವಿಸ್ತಾ ಇದ್ದು ಆ ನಿಟ್ಟಿನಲ್ಲಿ ಇಂತಹ ಒಂದು ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಆರಂಭಿಸಿದ್ದು ಬಹಳ ಒಂದು ಒಳ್ಳೆಯ ಕೆಲಸ ಅಂತ ನನಗೆ ಅನ್ನಿಸ್ತಾ ಇದೆ. ಯಾಕೆಂತ ಹೇಳಿದರೆ ನಮ್ಮ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶಗಳನ್ನೆಲ್ಲ ಹತ್ತಿರದಲ್ಲಿ ಒಂದು ಆಸ್ಪತ್ರೆ, ಇಂತಹ ಆಸ್ಪತ್ರೆ ಬಹಳ ಉತ್ತಮ ಸೌಕರ್ಯವಿರುವಂಥ ಒಂದು ಆಸ್ಪತ್ರೆಯನ್ನು ಆರಂಭಿಸುವುದು ಬಹಳ ಒಳ್ಳೆಯದು. ಖಂಡಿತವಾಗಿ ಆದರೂ ಈ ಕಾರ್ಯಕ್ರಮ ಇದಕ್ಕೆ ಎಲ್ಲ ವಿಧದ ಶುಭವನ್ನು ಕೂಡ ಹಾರೈಸ್ತೇನೆ. ಅದೇ ರೀತಿ ಈ ಗ್ರಾಮೀಣ ಪ್ರದೇಶದಲ್ಲಿ ಜನರಿಗೆ ಒಳ್ಳೆಯ ಸೇವೆಯನ್ನು ಕೊಡುವಂತಹ ಒಂದು ಕೇಂದ್ರವಾಗಿ ಇದು ಮಾರ್ಪಾಡಾಗಲಿ ಎಂಬುದಾಗಿ ಹೇಳಿಕೊಂಡು ನನ್ನ ಮಾತನ್ನು ಕೊನೆಗೊಳಿಸ್ತೇನೆ. ಜೈ. ഈ ഹോസ്പിറ്റലുകൾ ഈ സഹകരണ സംഘം വളരെ കുറവാണ്. ഈ
കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റൽ സഹകരണ സംഘത്തിൻ്റെ 3ാമത്തെ യൂണിറ്റായി മുള്ളേരിയിൽ ആരംഭിക്കുന്ന ഈ ക്ലിനിക്കിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് കഴിഞ്ഞ കോവിഡ് കാലത്ത് ചികിത്സാ രംഗത്ത് ഏറെ പ്രയാസം അനുഭവിച്ച ഒരു ജില്ലയാണ് കാസർഗോഡ്. ഇവിടുത്തെ രോഗികളിൽ അധികവും കൂടുതലായിട്ട് മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് അവർ റോഡ് പൊട്ടിയടച്ചപ്പോൾ നമുക്ക് ചികിത്സാ രംഗത്ത് സംവിധാനം ഉണ്ടാക്കുന്നതിൽ വലിയ ആതുര സേവന രംഗത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കുന്ന കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘത്തിന്റെ 3ാമത് യൂണിറ്റായ കോഓപ്പറേറ്റീവ് മെഡിക്കൽ സെന്റർ ബി ഷഫീഖ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫോർ കാസർഗോഡ് ഡിസ്ട്രിക്ട് ദേലമ്പാടി ഡിവിഷൻ. ഞാനിത് മുമ്പിൽ വരുന്നത് നമ്മുടെ മുള്ളേരിയയിൽ എല്ലാവരും ഈ മലയോര പ്രദേശത്ത് വലിയൊരു സ്വപ്നമായിരുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റൽ. അത് ഇന്ന് ആസ്ഥാനമാകാൻ പോകുന്നു. ഇവിടെ നമ്മുടെ കോഓപ്പറേറ്റീവ് മെഡിക്കൽ സെൻ്റർ ഇ-K9 ഒരു ബ്രാഞ്ചാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ മലയോര പ്രദേശ ആൾക്കാർക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലായി തീർച്ചയായിട്ടും മാറും. നമ്മുടെ നാട്ടിൽ എൻ്റെ നാട് എല്ലാവർക്കും അറിയാം, നൈമാറമുല ആണ് ഞാൻ ജനിച്ചത്. മുൻ MLA PP അബ്ദുൾ റസാഖിൻ്റെ മകനാണ്. അപ്പോൾ നൈമാറ 4-ാം മൈലിൽ ഹോസ്പിറ്റൽ ഇ-K9 വന്നതിന് ശേഷം അവിടുത്തെ ആൾക്കാർ ചുറ്റുപാടിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ ഒരു ഹോസ്പിറ്റലാണ്. നമുക്ക് എല്ലാവർക്കും പാവങ്ങൾ മുതൽ പണക്കാർ വരെ എല്ലാവർക്കും പോകുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇ-K9 കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അതേപോലെ ഇവിടെയും തീർച്ചയായിട്ടും ഇവിടുത്തെ നാട്ടുകാർക്ക് മലയോര പ്രദേശം വെള്ളൂർ, അതുപോലെ ദേലമ്പാടി, മുള്ളിയാറ് ഭാഗത്തേക്കുള്ള എല്ലാ ആൾക്കാർക്കും നല്ലൊരു ഗുണം തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ മുള്ളേരിയ തീർച്ചയായിട്ടും എല്ലാവരും ഗുണം ചെയ്യും. ഞാൻ ഈ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ സംഘാടകകൾ എല്ലാവർക്കും ആശംസിക്കുന്നുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ദിസ് hospital putting in Mulleriya town. I wish them all the best and do well. Thank you. ആതുര സേവന രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സൊസൈറ്റിയുടെ 3ാമത്തെ ബ്രാഞ്ചായ ഹോസ്പിറ്റൽ ഒരു ഡേ കെയർ സെൻറ്റർ മുള്ളേരിയ ടൗണിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് മുള്ളേരിയയിലെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. മുള്ളേരിയ മാത്രമല്ല, സമീപ പ്രദേശത്തുള്ള എല്ലാ വില്ലേജുകളിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കെല്ലാം ഉപകാരപ്രദമാവുന്ന നല്ലൊരു ക്ലിനിക്കായിരിക്കും. ഈ നാട്ടുകാരുടെ മുഴുവൻ സഹകരണവും പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് ജില്ലാ സഹകരണ ഹോസ്പിಟಲ್ ಕುಂಬಳ ಹಾಸ್ಪಿಟಲ್ ಬೊಕ್ಕ ಇ-K9 ಹಾಸ್ಪಿಟಲ್ 2 ಯೂನಿಟ್ അപ്പോൾ അവക്കാർ ഇത് ನಮ್ಮ ಮುಳ್ಳೇರು ಭಾಗಡ್ 3 ಜನ ನಮ್ಮ ಯೂನಿಟ್ ಶುರು ಆಗುತ್ತೆ. അപ്പോൾ ಇತ್ತ ಉದ್ಘಾಟನೆ ಈ ಮುಳ್ಳೇರದ ಊರುಗಳಿಗೆ ಮುಳ್ಳೇರಾವಡ್ ಆದೂರಾವಡ್ ಈ ಪಂಚಾಯತ್ಗಳಿಗೆ ಆಯ್ನದು ಹೆಚ್ಚಿನ ಉಪಕಾರ ತಿಕ್ಕಡುವಂಥದ್ದು. ఒక ನಮ್ಮ ಜನಕುಲೆಲ್ಲ ಮುಳ್ಪದಕ್ಕೆಲ್ಲ ಇಂಕ್ಲನ ಸೇವೆ ಜಾಸ್ತಿ ಆದರೆ ತಿಕ್ಕಲಕ್ಕ ಈ ಮುಳ್ಪದ ಜನಕುಲೆಗಳ ಆಯ್ನದು ಈ ಸೇವೆ ತಿಕ್ಕಡುವಂಥದ್ದು. ಇಂಕ್ಲನ ಅದೊಟ್ಟಿಗೆ ಇಂದು ಈ ಯೂನಿಟ್ ಆಯ್ನದು ಮಿತ್ತಿಗೆ ಬೋಡುವಂಥದ್ದು ಇಂಕ್ಲನ ಶುಭಾಶಯ ಅನ್ಕೊಂಡು. ಓಕೆ, ಇವತ್ತು ನಮ್ಮ 3ನೇ ಹಾಸ್ಪಿಟಲ್ ಜನರಾಗಿ ನಮ್ಮದು ಕುಂಬಳೆಯಲ್ಲಿ, 2ನೇದಾಗಿ ಚಕ್ಕಳದಲ್ಲಿ, ಇದು 3ನೇದಾಗಿ. ಇನ್ನೂ 4ನೇದಕ್ಕೆ ಕೂಡ ಬೇಗನೆ ಆಗ್ಬೋದು. ಅದು ಮೋಸ್ಟ್ಲಿ ಇದು ಚರ್ಕಳದಲ್ಲಿ ಆಗಿರ್ಬೋದು. ನಮ್ಮ ಸ್ಥಳ ಉಂಟು, ನಾವು ಪರ್ಚೇಸ್ ಮಾಡಿಟ್ಟ ಸ್ಥಳ ಉಂಟು, ಅದರಲ್ಲಿ ನಮ್ಮ 4ನೇ ಹಾಸ್ಪಿಟಲ್ ಬರ್ಬೋದು ಖಂಡಿತ. ಓಕೆ, ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്രാഞ്ച് ഈ മുള്ളേരിയയിൽ ആരംഭിക്കുന്നത് മലയോര പഞ്ചായത്തുകളായ ദേലമ്പാടി, വെള്ളൂർ, കുമ്പടാച്ച്, മുളിയാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ സാധാരണക്കാരായ ആളുകൾക്ക് നല്ല രീതിയിലേക്കുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ്. ദേലമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് ലഭിക്കുന്ന ഒരു ചികിത്സാ സംവിധാനം എന്ന രീതിയിലേക്ക് ഇവിടെ മുള്ളേരിയയിൽ ഇങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഭരണസമിതിക്കും അതിൻ്റെ നേതൃത്വത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഹോസ്പിറ്റലിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ജനപ്രതിനിധി എന്ന നിലയിലും
അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ പരിധിയിൽപ്പെടുന്ന ഒരംഗം എന്ന നിലയിലും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവും. ഏറെ സന്തോഷവും അഭിമാനവുമാണ് ഇത്തരത്തിലൊരു ഹോസ്പിറ്റൽ ഈ പ്രദേശത്ത് വരുമ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന കാസർഗോഡ് എത്തിച്ചേരാൻ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് അത് ഒരു അരമണിക്കൂർ നേരത്തിനിടയിൽ ലഭ്യമാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇവിടെ വരുന്നതോടുകൂടി സാധ്യമാവുകയാണ്. അത്തരത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും എല്ലാവർക്കും കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും വരുംകാലങ്ങളിൽ സാധിക്കട്ടെ എന്ന് എല്ലാവിധ വിജയങ്ങളും ഈ ഹോസ്പിറ്റലിന് നേർന്നുകൊണ്ട് നിർത്തുന്നു. സഹകരണ ആശുപത്രി സംഘത്തിൻ്റെ കീഴിൽ മുള്ളയിൽ ഇന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കോപ്പറേറ്റീവ് മെഡിക്കൽ സെൻ്റർ നമ്മുടെ സൊസൈറ്റിയുടെ കീഴിലെ മൂന്നാമത്തെ സംരംഭമാണ്. മുംബൈയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടം കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി നിർവഹിച്ചു. കഴിഞ്ഞ 16 വർഷമായി സഹകരണ ആശുപത്രി മുള്ളയിലെ മേഖലയിൽ ഇതുകൊണ്ട് ഒരു മെഡിക്കൽ സെൻ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംരംഭമായിട്ട് മാറാൻ സാധിക്കും. പാവപ്പെട്ടവർക്ക് ഒരുപാട് മാറാൻ. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಇವತ್ತೊಂದು ಸುದಿನದಲ್ಲಿ ಈಗ ನಾವು ನಮ್ಮ 3ನೇ ಆಸ್ಪತ್ರೆಯಾದ ಕೋಆಪರೇಟಿವ್ ಮೆಡಿಕಲ್ ಸೆಂಟರ್ ಮುಳ್ಳೇರಿನ ಉದ್ಘಾಟನೆ ಸಮಾರಂಭಕ್ಕೆ ನಾವೀಗ ಎಲ್ಲರೂ ಬಂದಿದ್ದೀವಿ. ಈಗ ಎಲ್ಲರಿಗೂ ಗೊತ್ತಿರೋ ಹಾಗೆ ಫಸ್ಟ್ ನಮ್ಮ ಸ್ಥಾಪನೆ ಇರೋದು ಜಿಲ್ಲಾ ಆಸ್ಪತ್ರೆ ಅಂದರೆ ಕುಂಬಳೆ ಆಸ್ಪತ್ರೆ. ಅಲ್ಲಿ ಎಲ್ಲ ಥರದ ಟ್ರೀಟ್ಮೆಂಟ್ ಸೌಕರ್ಯಗಳಿವೆ. ಎಸ್ಪೆಷಲಿ ನಾನೀಗ ಮೂಳೆ ಡಾಕ್ಟರ್ ಆದ ಕಾರಣ ಹೇಳೋದು, ನಮ್ಮ ಮೂಳೆಗೆ ಏನೇ ಸಮಸ್ಯೆ ಇದ್ದರೂ ಅಲ್ಲಿ ನೀವು ಬಂದರೆ ನಿಮಗೆ ಎಲ್ಲ ಟ್ರೀಟ್ಮೆಂಟಲ್ಲಿ ಕೊಡಲಿಕ್ಕೆ ಆಗ್ತದೆ. ಅದಲ್ಲದೆ ಈಕೆನಾಯಂದರ್ ನಿಮಗೆ ಪರಿಚಯ ಇದೆ ಕಾಸರಗೋಡಿನವರಿಗೆ, ಅಲ್ಲಿ ಕೂಡ ಎಲ್ಲ ಫೆಸಿಲಿಟೀಸ್ ಇದೆ. ಈಗ ನಾವು ಇಲ್ಲಿ ಕೂಡ ಆದಷ್ಟು ಫೆಸಿಲಿಟೀಸ್ ಕೊಟ್ಟು ಸಾಮಾನ್ಯ ಜನರಿಗೆ ಆದಷ್ಟು ಕಡಿಮೆ ವೆಚ್ಚದಲ್ಲಿ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಟ್ಟು ಅವರ ಇದನ್ನು ತೊಂದರೆಗಳನ್ನು ಪರಿಹಾರ ಮಾಡುವಂತಾಗಿ ನಮ್ಮ ಎಲ್ಲರ ಒಂದು ಸಹಕಾರ, ನಿಮ್ಮ ಎಲ್ಲ ಸಹಕಾರ ನಮಗೆ ಬೇಕು. സ്വാഗതം. സപ്തഭാഷാ സംഗമഭൂമിയിലേക്ക്, തെയ്യങ്ങളുടെയും കലകളുടെയും നാട്ടിലേക്ക് യക്ഷഗാനത്തിന് പുതിയ രൂപവും ഭാവവും നൽകിയ പാർട്ടിസിപ്പന്റ് ചന്ദ്രശേഖരൻ, പ്രസിഡന്റ്, കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി സംഘം. പഞ്ചായത്ത് എക്സൈസ് വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാസ്റ്റർ, ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രമിച്ചിട്ടുണ്ട്, പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ 3ാമത് യൂണിറ്റാണ് മുള്ളേരി ഇന്ന് ആരംഭിക്കുന്നത്. 1989 കുമ്പളയിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ.കെ. നായർ ഉദ്ഘാടനം ചെയ്ത് മറ്റു ഉൾപ്പെടെയുള്ള ആളുകൾ അതിനന്നത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായി യോഗി അവിടെ നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം 58% സ്ഥലം കുമ്പളയിൽ വാങ്ങാനും NCDCയുടെ സഹായത്തോടും ഞങ്ങളുടെ ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് അടുത്ത നവംബർ 1 ഇത് ഫുൾ ടൈം ആസ്പത്രിയായിട്ട് മാറ്റണമെന്നാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക. ഒട്ടനവധി തിരക്കുണ്ട്. മന്ത്രിക്ക് ഇന്ന് ഒരു 5-6 പരിപാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അതുപോലെ തന്നെ നമ്മളെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞമ്പു അവർകൾ, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട
തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, വേദിയിലുള്ള ജനപ്രതിനിധികളെ, രാഷ്ട്രീയ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി ഒരു നൂതന സംരംഭം കൂടി ആരംഭിക്കുകയാണ്. 1988 അന്ന് സഹകരണ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചതാണ് കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രി. കുമ്പള ആസ്ഥാനമായി അന്ന് തുടങ്ങി. പിന്നീട് അതിൻ്റെ ഒരു യൂണിറ്റ് കാസർഗോഡ് EK നായനാർ മെമ്മോറിയൽ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ CH കുഞ്ഞമ്പു MLA, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി ജനപ്രതിനിധികളുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യത്തെ നിങ്ങൾക്കെല്ലാം അറിയുന്ന പേര് തന്നെയാണ്. ഇവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആവേശത്തോടു കൂടിയാണ് COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെ ഈ കോഓപ്പറേറ്റീവ് മെഡിക്കൽ സെൻ്ററിൻ്റെ ഉദ്ഘാടന പരിപാടി നമ്മളെല്ലാം ഇപ്പോൾ ഒത്തു ചേർന്നിട്ടുള്ളത്. മുള്ളേരിയ എന്ന് പറയുന്ന ഈ പ്രദേശം പലതുകൊണ്ടും ശ്രദ്ധേയമായൊരു കേന്ദ്രമാണ്. കേരളത്തിൽ തന്നെ ഭാഷാ ന്യൂനപക്ഷം, അതുപോലെ തന്നെ പരമ്പരാഗതമായ കലാ-സാംസ്കാരിക മേഖലയിലെ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശം. കലാകാരന്മാരും എഴുത്തുകാരും സംഘാടകരും രാഷ്ട്രീയ നേതാക്കളുമെല്ലാം നല്ലതുപോലെ അവരെയെല്ലാം ആകർഷിച്ച ഒരു കേന്ദ്രം. യക്ഷഗാനത്തിൻ്റെയും മറ്റ് കർണാടക മേഖലയിലുള്ള നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും എല്ലാം ഒരു പ്രഭവ കേന്ദ്രമായിട്ട് നിലനിൽക്കുന്ന സ്ഥലം. മതസൗഹാർദ്ദത്തിന് പേര് കേൾക്കുന്ന നാട്. മതനിരപേക്ഷതയുടെ ശരിയായ കാഴ്ചപ്പാട് ഉന്നയിച്ച് ഉയർത്തിപ്പിടിച്ച് സൗഹാർദ്ദത്തോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജനത, വൈവിധ്യത്തിലുള്ള ഏകത്വത്തോടുകൂടി സാഹോദര്യത്തോടുകൂടി മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രദേശം. സുന്ദരമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഇങ്ങനെയെല്ലാം കൊണ്ടും വളരെ പ്രാധാന്യമുള്ള വ്യതിരിക്തമായ ഒരു കേന്ദ്രം തന്നെയാണ് പൊതുസ്ഥാപനം എന്ന നിലയിലാണ് ആതുര സേവന മേഖലയിൽ ഈ സുന്ദരമായ പ്രദേശത്ത് അതിമനോഹരമായ ഒരു പശ്ചാത്തല സൗകര്യത്തോടു കൂടിയുള്ള കെട്ടിടത്തിൽ കോഓപ്പറേറ്റീവ് മെഡിക്കൽ സെൻ്റർ ഇവിടെ ആരംഭിക്കുക. നിങ്ങൾക്കറിയാം, ജില്ലാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് സഹകരണ സംഘം, അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ കേന്ദ്രമാണ് മുള്ളേരിയയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. സഹകരണ മേഖല ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു രാജ്യമാണ് എന്ന് ഞാൻ പറയാൻ കഴിയുന്നത് ബോധപൂർവമാണ്.
കാരണം ലോകമാകെ സഹകരണ പ്രസ്ഥാനം തഴച്ചു വളർന്നൊരു കാലമുണ്ടായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ലോകത്ത് തല ഉയർത്തിപ്പിടിച്ചു നിന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ നടന്ന സ്വകാര്യവൽക്കരണത്തോടെ എല്ലാ തരത്തിലുള്ള സംരംഭങ്ങളെയും കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള മൂലധന നിക്ഷേപത്തിൻ്റെ എല്ലാ സംരംഭങ്ങളെയും യഥാർത്ഥത്തിൽ സ്വകാര്യവൽക്കരിച്ചു. ഇതാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിത്രം. ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കോവിഡ്-19 വന്നപ്പോൾ ലക്ഷക്കണക്കിന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ നിർണ്ണയിക്കാതെ എന്തുകൊണ്ടാണ്? ഇതല്ലേ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിച്ചു. കുമ്പള ആശുപത്രിയുടെ വിജയകരമായ നടത്തിപ്പിനെ തുടർന്ന് സൊസൈറ്റിയുടെ കീഴിൽ 2005 കാസർഗോഡ് ചെങ്ങളയിൽ ശ്രീ EK നായനാരുടെ നാമധേയത്തിൽ 100 കിടക്കുകൾ കൂടിയ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. ചെങ്കള 4-ാം മൈലിൽ നാഷണൽ ഹൈവേയുടെ അരികിൽ ശ്രീ PB അഹമ്മദിന്റെ കെട്ടിടത്തിൽ ആരംഭിച്ച കാസർഗോഡ് ജില്ലാ സഹകരണ ആശുപത്രിയുടെ മേന്മ മനസ്സിലാക്കിയത് കോവിഡ് കാലത്തായിരുന്നു. കർണാടകത്തിൽ ചികിത്സയ്ക്ക് പോയിരുന്ന നമ്മുടെ ആളുകളെ അവിടേക്ക് കടക്കാതെയാക്കിയപ്പോൾ പ്രസവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സഹോദരിമാർ സഹായം നൽകി സ്തുത്യർഹമായ സേവനം ചെയ്തത് നമ്മുടെ സഹകരണ ആശുപത്രികളാണ്. കാസർഗോഡ് താലൂക്ക് ആശുപത്രി കോവിഡ് ആശുപത്രിയായി മാറിയപ്പോൾ പ്രസവ സംബന്ധമായ എല്ലാ രോഗചികിത്സയ്ക്കും നായനാർ ആശുപത്രിയുടെ 45 ബെഡും ഓപ്പറേഷൻ തിയേറ്ററും ലാബും എല്ലാ സൗകര്യങ്ങളും നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തു. ഒരു മാസം 130ഓളം പ്രസവമാണ് ആ ആദ്യ കാലഘട്ടത്തിൽ അവിടെ നടന്നത്. കുമ്പള ആശുപത്രിയിൽ 135ഓളം പ്രസവമാണ് ഒറ്റ മാസത്തിൽ. സാധാരണഗതിയിൽ കർണാടകത്തിലൊക്കെ പോയി പ്രസവം എടുത്തുകൊണ്ടിരുന്ന സഹോദരിമാരാണ്. ആ ഘട്ടത്തിലാണ് നമ്മുടെ സഹകരണ മേഖലയുടെ ഈ വിപുലതയെക്കുറിച്ച് വലിയ ബോധ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായത്. തീർച്ചയായിട്ടും ഈ മലയോര മേഖലയിൽ മുള്ളേരിയിൽ